ഹലോ ഗോയ്സ്, ഇന്നൊരു മന്തി കഥയാണ് പറയുന്നത്. നേരെ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അമ്മയ്ക്ക് നല്ല കൊതി ഉണ്ടായിരുന്നു മന്തി കഴിക്കാൻ. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി. ഇന്ന് എൻ്റെ ഡയറ്റ് ഒന്നും ഞാൻ നോക്കില്ല. പക്ഷേ ഞാൻ ഈ ആഴ്ച ഞാൻ നല്ല ചീറ്റ് മീലായിരുന്നു. 3-4 ദിവസം ഞാൻ ചീറ്റ് മീൽ എടുത്തു. പിന്നെ അമ്മ കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ചീറ്റ് മീലായിരുന്നു. അതാ ഇന്നും കായി ചീറ്റ് മീൽ. അപ്പോൾ ഗോയ്സ്, അമ്മ അൽഫാം മന്തിയാണ് പ്രതീക്ഷ വന്നത്. പക്ഷേ പെട്ടുപോയി. കാരണം ഇവിടെ ചിക്കൻ മന്തിയേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞായിരുന്നു. ഏകദേശം ഒരു 3 മണി റേഞ്ചിൽ വന്നപ്പം ഇവിടെ അൽഫാം മന്തി എല്ലാം കഴിഞ്ഞു. അങ്ങനെ ചിക്കൻ മന്തി കഴിച്ചു. അമ്മ ഒരു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ കഴിച്ചു. പക്ഷേ കഴിച്ച് നമ്മൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും അടിച്ച് പൊളിച്ച് കഴിച്ചു. രാവിലെ മുതൽ ഞാൻ വൈകിട്ട് ഒരു 3 മണി ഒന്നും കഴിച്ചില്ല. കാരണം വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അക്ഷയയിലൊക്കെ പോയി കുറച്ച് പാസ്പോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നല്ല അടിപൊളി വിശമായിരുന്നു. അതുകൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ റൈസ് വാങ്ങിച്ച് നല്ലോണം വയറിറച്ച് കഴിച്ചു. പിന്നെ മയോണൈസൊക്കെ പൊതുവേ ഞാൻ കൂട്ടാത്തതാണ്. പക്ഷേ ഞാൻ മയോണൈസൊക്കെ എടുത്ത് കുഴച്ചടിച്ച് ഞാൻ നല്ല രീതിക്ക് തന്നെ വയറിറച്ച് കഴിച്ചു. എനിക്ക് മയോണൈസ് കഴിച്ചെന്ന് പറഞ്ഞാൽ തടി വെച്ച് പോകില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നല്ലോണം കഴിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും കഴിച്ചു. അമ്മയാണെങ്കിൽ കുറച്ചേ കഴിച്ചുള്ളൂ. കൊതിയാണ്, പക്ഷേ അമ്മ കുറച്ചേ കഴിക്കത്തുള്ളൂ. ഞാൻ നല്ല രീതിക്ക് തന്നെ കഴിച്ചു. എത്ര കാലറി അറിയുന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഇവിടെ തന്നെ കുറച്ച് വെള്ളരിക്കും കൂടെ എടുത്ത് കഴിച്ച് ഫുള്ളും ക്ലീൻ ആക്കി വയറ് നിറഞ്ഞ അമ്മയെ ഞാനത് എവിടുന്നു. അങ്ങനെ നേരെ ബില്ല് നോക്കിയപ്പോൾ 398. 4 മാസം കൂടുന്നവരാണ് ഇതേപോലെയൊക്കെ മന്തി കഴിക്കണം ഇത്രയും ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ മാക്സിമം നിങ്ങൾ വീട്ടുകാരോടെ പോയി കഴിക്കും. നല്ല രസമായിരിക്കും, നല്ല എൻജോയ് ആയിരിക്കും. ഓക്കെ, ബൈ.